Hey everyone, welcome back to the channel. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കുറച്ചൊരു വിൻഡോസ് 11ൻ്റെ ഒരു ടിപ്സ് ആയിട്ടാണ്. അപ്പോൾ എങ്ങനെ നിങ്ങളുടെ വിൻഡോസ് 11 വേർഷനെ വിൻഡോസ് 11 പ്രോയിലേക്ക് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും ജെന്യുവൻ ആയിട്ട് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇന്ന് ചെയ്യുന്നത് നമ്മൾ mypckey.com എന്ന് പറഞ്ഞ സൈറ്റുമായി കൊളാബറേറ്റ് ചെയ്തിട്ടാണ്. അവരായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് കുറച്ച് വീഡിയോസ് നമ്മൾ മുന്നേയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നൊക്കെ വളരെയധികം വിൻഡോസ് 11 ജെന്യുവൻ ആക്ടിവേഷൻ ലൈസൻസ് വളരെ ഹെൽപ്ഫുൾ ആയി എന്ന് പല ആൾക്കാരും കമൻറ്റിൽ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഒന്നുകൂടെ അത് കാണാത്ത ആൾക്കാർക്കും വിൻഡോസ് 11 പ്രോനെ കൊണ്ട് എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ട് എന്നുള്ളതും കൂടെ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കുന്നതാണ്. വിൻഡോസ് 11 ഹോമിൽ നിന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു വേർഷനിൽ നിന്ന് വിൻഡോസ് 11 പ്രോയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ് എന്ന് നോക്കാം. ആദ്യമായിട്ട് ഇതിൻ്റെ യൂസർ ഇൻ്റർഫേസ് തന്നെ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള H225 വേർഷൻ നമ്മൾ നോക്കിയാൽ തന്നെ വളരെ മോഡേൺ ആയിട്ടുള്ള ഒരു മോഡേൺ UI ഇൻ്റർഫേസ് ആണ് വിൻഡോസ് 11 പ്രോ തരുന്നത് നമുക്ക്. അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് സ്നാപ്പ് ലേഔട്ട്സും സ്നാപ്പ് വിൻഡോസും ആണ്. നമ്മളെല്ലാവരും പല സാധനങ്ങളും ഒരു കമ്പ്യൂട്ടറിൽ ഒറ്റയടിക്ക് വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കും അല്ലേ. ചിലപ്പോൾ നമുക്കൊരു യൂട്യൂബ് വീഡിയോ കണ്ടുകൊണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു എക്സൽ ഷീറ്റ് എൻ്റർ ചെയ്യണമെന്നുണ്ടാവും. അപ്പോൾ രണ്ട് വിൻഡോസും നമുക്ക് സൈഡ് ബൈ സൈഡൊക്കെ വെക്കണം എന്നുണ്ടാവും. അല്ലെങ്കിൽ നമ്മളൊരു വേറൊരു വളരെ മൾട്ടി ടാസ്കിങ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് 3 വിൻഡോസ് ചിലപ്പോൾ നോക്കേണ്ടി വരും അല്ലേ. അങ്ങനത്തെ ഒരു സെനാറിയോയിൽ ഇപ്പോൾ വിൻഡോസ് 11 പ്രോയിൽ വളരെ രസമായിട്ട് തന്നെ മുകളിലേക്ക് നമ്മൾ ഈ വിൻഡോസ് ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോയാൽ പോലും നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്കത് കംഫർട്ടബിളായിട്ട് നമുക്കത് കാണുവാൻ സാധിക്കും. ഈ സ്നാപ്പ് ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞൊരു ഫെസിലിറ്റിയും കൂടി തന്നിട്ടുണ്ട്. അതായത് നമ്മളൊരിപ്പോൾ മോണിറ്ററിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ ആ മോണിറ്ററിൻ്റെ സൈസിനനുസരിച്ച് നമുക്ക് എല്ലാം വലിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ വിൻഡോസും ടൈൽസൊക്കെ വെച്ചതിന് ശേഷം നമുക്ക് അത് ഡിസ്കണക്ട് ചെയ്തിട്ട് ആ വിൻഡോസ് ക്ലോസ് ചെയ്യാതെ തന്നെ നമ്മൾ പിന്നെയും ആ മോണിറ്ററിൻ്റെ കേബിൾ നമ്മൾ കണക്ട് ചെയ്യുകയാണെങ്കിൽ വീണ്ടും നമുക്ക് അതേ ടൈൽസ് വിൻഡോസ് ഓർത്തിട്ട് അത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് ഇതിൽ. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് സെക്യൂരിറ്റി തന്നെയാണ്. ഇപ്പോൾ പഴയ വിൻഡോസ് 10ൻ്റെ സപ്പോർട്ട് ഒക്ടോബർ 25 മൈക്രോസോഫ്റ്റ് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അതിനുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ എക്സ്റ്റെൻഡഡ് ഇതിലേക്ക് പോയാലേ കിട്ടുള്ളൂ. അപ്പോൾ വിൻഡോസ് 11 പ്രോയിൽ വളരെയധികം സേഫ്റ്റി അപ്ഡേറ്റ്സും സെക്യൂരിറ്റി അപ്ഡേറ്റ്സും ഒക്കെ വളരെ റെഗുലറായിട്ട് ജെനുവിൻ ലൈസൻസ് ആണെങ്കിൽ നമുക്കത് എപ്പോഴും ഡൗൺലോഡ് ചെയ്ത് കിട്ടും. പിന്നെ വിൻഡോസ് 11 വന്നപ്പോൾ തന്നെ വളരെ കോൺട്രവേഴ്ഷ്യൽ ആയ ഒരു സംഗതിയായിരുന്നു TPM 2.0 എന്ന് പറഞ്ഞ് നമ്മുടെ ഹാർഡ്വെയറിൽ വരുന്ന, അതായത് മദർ ബോർഡിലോ അല്ലെങ്കിൽ ലാപ്ടോപ്പിലോ വരുന്ന ഒരു ഹാർഡ്വെയർ ചിപ്പിൽ തന്നെ ഒരു എൻക്രിപ്ഷൻ കീ വെച്ചിട്ട് അത് ഉപയോഗിച്ചിട്ട് ട്രസ്റ്റഡ് പ്രൊട്ടക്ഷൻ മൊഡ്യൂൾ TPM 2.0 എന്ന് പറഞ്ഞിട്ട് നമുക്ക് സെക്യൂരിറ്റി കുറച്ചും കൂടെ വളരെ ടൈറ്റർ ഒരു നല്ല സിസ്റ്റം സെക്യൂരിറ്റി തരുന്നൊരു ഫീച്ചറാണ് വിൻഡോസ് 11 കൊണ്ടുവന്നിരുന്നത്. അപ്പോൾ ഇത് കുറച്ച് കോൺട്രവേഴ്ഷ്യൽ ആയിരുന്നു. കാരണം അതില്ലാത്ത സിസ്റ്റംസിലൊന്നും നമുക്കിത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വിൻഡോസ് പുഷ് ചെയ്യാണ് പുതിയ സിസ്റ്റംസ് വാങ്ങാൻ എന്നൊക്കെ ഒരു കോൺട്രവേഴ്സി ഉണ്ടായിരുന്നു. എങ്കിൽ പോലും ഇത് വളരെയധികം ഒരു ഫേംവെയർ ലെവലിൽ തന്നെ നമുക്കൊരു സെക്യൂരിറ്റി തരുന്ന ഒരു ഫീച്ചറാണ്. അപ്പോൾ വിൻഡോസ് പ്രോയിൽ അതെന്തായാലും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നമ്മളിപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഫീച്ചേഴ്സൊക്കെ ബെനിഫിറ്റ് എല്ലാവർക്കും ബെനിഫിറ്റ് ചെയ്യുന്നതാണ്. ഇപ്പോൾ വിൻഡോസ് 11 പ്രോൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ എവരിഡേ യൂസിനുള്ള ആൾക്കാർക്കും പിന്നെ ഗെയിമേഴ്സിനായാലും സ്പെസിഫിക് ആയിട്ട് കുറച്ച് ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്. അതുമാത്രമല്ല ഹോം യൂസേഴ്സ് അല്ലെങ്കിൽ സ്മോൾ ബിസിനസ് നടത്തുന്ന ആൾക്കാർ, അല്ലെങ്കിൽ നിങ്ങൾ കോർപ്പറേറ്റോ അല്ലെങ്കിൽ ഒരു കുറച്ച് വലിയൊരു സൈസ് കമ്പനി നടത്തുന്ന ഒരാളാണെങ്കിൽ പോലും വിൻഡോസ് 11 പ്രോ നിങ്ങൾക്ക് പല ഫീച്ചേഴ്സും ഇതിൽ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ വിൻഡോസ് UI വളരെ മോഡേൺ ഇൻ്റർഫേസ് നിങ്ങൾക്ക് 11 കിട്ടുന്നതാണ്. 2 TPM 2.0 ഹാർഡ് ലെവൽ ചിപ്പ് സെക്യൂരിറ്റി കിട്ടുന്നതാണ്. പിന്നെയുള്ളത് കോപൈലറ്റ് എന്ന് പറഞ്ഞിട്ട് വിൻഡോസിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു AI ഫീച്ചറും കൂടെ അവർ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ കോപൈലറ്റ് ബിൽറ്റ് ഇൻ ടു ദ വിൻഡോസ് ആണ്. മാത്രമല്ല കുറച്ച് കഴിയുമ്പോൾ അത് കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ ചാൻസസും ഉണ്ട്. പിന്നെയുള്ളത് ബിറ്റ് ലോക്കർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എൻക്രിപ്ഷൻ സെക്യൂരിറ്റിയാണ്. അതായത് നമ്മുടെ ഹാർഡ് ഡിസ്ക് നമുക്ക് അല്ലെങ്കിൽ SSD നമുക്ക് എൻക്രിപ്റ്റ് ചെയ്യാം ബിറ്റ് ലോക്കർ വെച്ചിട്ട് വിൻഡോസ് 11 പ്രോയിൽ. അതുകൊണ്ട് തന്നെ നമ്മൾ നാളെ ഒരു ദിവസം നമ്മൾ ലാപ്ടോപ്പ് നഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിൻ്റെയോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ഫോട്ടോസോ അങ്ങനെ എന്തെങ്കിലും വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഇൻഫർമേഷനൊന്നും നമുക്ക് വേറൊരു കയ്യിൽ എത്താതെ നമുക്ക് അത് സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും പറഞ്ഞത് എല്ലാവർക്കും വിൻഡോസ് 11 പ്രോയിൽ നിന്ന് കിട്ടുന്ന ഫീച്ചേഴ്സാണ്. ഇനി നമുക്ക് ഗെയിമിംഗ്, നിങ്ങളൊരു ഗെയിമർ ആണെങ്കിൽ അല്ലെങ്കിൽ ഗെയിമിങ്ങിന് ഫ്യൂച്ചറിലായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന വിചാരിക്കുകയാണെങ്കിൽ എന്താണ് വിൻഡോസ് 11 പ്രോനെ കൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ്? ഇപ്പോൾ 2 സംഗതിയാണ്. ഒന്ന്, നമുക്ക് ഡയറക്റ്റ് സ്റ്റോറേജ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇപ്പം വിൻഡോസിലുണ്ട്. എന്ന് വെച്ചാൽ ആ ടെക്നോളജി വെച്ചിട്ട് നമ്മുടെ ഗെയിംസും കാര്യങ്ങളും ഗെയിമിലെ ഡാറ്റ, ഓപ്പൺ വേൾഡ് ഗെയിമിലൊക്കെ ഡാറ്റ ഡയറക്റ്റായിട്ട് ഗ്രാഫിക്സ് കാർഡിലേക്ക് നമുക്ക് നമ്മുടെ ഹാർഡ് ഡിസ്കിൽ നിന്നോ അല്ലെങ്കിൽ NVMe SSDയിൽ നിന്നോ
ഡയറക്റ്റായിട്ട് നമ്മുടെ ഗ്രാഫിക്സ് കാർഡിലേക്ക് പോയിട്ട് ലോഡ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ഫാസ്റ്റായിട്ട് നമുക്കിത് ഗെയിംസ് ലോഡ് ചെയ്ത് കളിക്കാൻ പറ്റും. അത് ഓട്ടോ HDR ആണ്. അതായത് നിങ്ങളുടെ ഗെയിം HDR സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിലും നിങ്ങളുടെ മോണിറ്റർ HDR സപ്പോർട്ട് ചെയ്യണമെങ്കിൽ വിൻഡോസ് 11 പ്രോ ആ ഒരു കളർ റേഞ്ച് എന്തായാലും ഇൻക്രീസ് ചെയ്യുന്നതാണ്. ഇതൊക്കെയാണ് നമുക്ക് വിൻഡോസ് 11 പ്രോ എടുക്കുകയാണെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന അഡീഷണൽ ഫീച്ചേഴ്സ്. നേരത്തെ പറഞ്ഞ പോലെ mypck.com എന്ന് പറഞ്ഞ സൈറ്റിനായിട്ടാണ് നമ്മൾ കൊളാബറേറ്റ് ചെയ്തിട്ട് ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ സൈറ്റ് ഞാൻ പറഞ്ഞതുപോലെ വളരെ അഫോർഡബിൾ ആയിട്ട് മൈക്രോസോഫ്റ്റ് ജെനുവിൻ റീസെല്ലർ ലൈസൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ മൈക്രോസോഫ്റ്റിൻ്റെ വിൻഡോസ്, മൈക്രോസോഫ്റ്റ് ഓഫീസ് അങ്ങനെയുള്ള എല്ലാ ലൈസൻസും വളരെ ജെനുവിൻ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇവർ ട്രസ്റ്റ് വർത്തി ആണോ എന്നുള്ള ഒരു കാര്യമൊക്കെ ഞാനൊരു ചെറിയ റിസർച്ച് ചെയ്തപ്പോൾ ഇവരുടെ ഗൂഗിൾ റിവ്യൂസ് ഒക്കെ നല്ല സ്ട്രോങ് ഗൂഗിൾ റിവ്യൂസ് കാണുന്നുണ്ട്. ആൾക്കാർ ആക്ടിവേറ്റ് ചെയ്തതിനെ പറ്റിയും ജെനുവിൻ ആണെന്നുള്ളതിനെ പറ്റിയുള്ള റിവ്യൂസൊക്കെ കാണുന്നുണ്ട്. പിന്നെ ട്രസ്റ്റ് പൈലറ്റ് അതിൻ്റെ സ്ക്രീൻഷോട്ട്സ്, അതിൽ ആക്ടിവേഷൻ ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ട്സൊക്കെ ആൾക്കാർ, സക്സസ്ഫുൾ ആയിട്ടുള്ള ആക്ടിവേഷൻ ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ട്സൊക്കെ ആൾക്കാർ ഇട്ടിട്ടുണ്ട്. Etsy എന്നുള്ള ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾക്കൊക്കെ അറിയുന്നുണ്ടാവുമല്ലോ. അപ്പോൾ അതിൽ കൂടെ ഇവർ ഓൾമോസ്റ്റ് 600+ സെയിൽസ് ഒക്കെ ഇവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കണ്ടപ്പോൾ ഒരു ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ഒരു സൈറ്റാണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഇനി നമുക്ക് ഒന്നിത് ലൈവായിട്ട് എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളത് ഒന്ന് ഞാൻ കാണിച്ചു തരാം. ഈ കാണുന്നത് പോലെ നമ്മൾ ഇവരുടെ സൈറ്റിൽ വന്ന് വിൻഡോസ് OEM റീറ്റെയിൽ കീ അല്ലെങ്കിൽ OEM വിൻഡോസ് അക്കൗണ്ട് റീറ്റെയിൽ OEM കീ എടുക്കാം. എന്നിട്ട് നമ്മളത് ആഡ് ചെയ്ത് കാർട്ടിലേക്ക് ആഡ് ചെയ്യുക. നിങ്ങൾക്ക് ആക്ച്വലി ഗിസ്മോങ് ചാനലിൻ്റെ സബ്സ്ക്രൈബർ ആണെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി ഒരു 15% ഡിസ്കൗണ്ട് ഈ സൈറ്റ് തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ GM15 എന്നുള്ള കൂപ്പൺ കോഡ് ചെക്കൗട്ട് ചെയ്യുന്ന സമയത്ത് കൂപ്പൺ കോഡിൻ്റെ അവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 15% നിങ്ങൾക്കിതിൽ ലാഭിക്കാൻ പറ്റും. അത് ആഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെക്കൗട്ട് ചെയ്യൂ. ഇതിൻ്റെ ലിങ്ക്സ് ഞാൻ താഴെ കൊടുക്കാം ഡിസ്ക്രിപ്ഷനിൽ. ഇൻ്റർഫേസിൽ നിങ്ങൾക്ക് UPI ഓപ്ഷൻസ് വരുന്നുണ്ട്. UPI യൂസ് ചെയ്യുന്നതാണ് വളരെ കൺവീനിയൻറ്റും യൂസ്ഫുൾ ആയിട്ടും വേഗം നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ ഈ ലൈസൻസ് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ ഒരു ഇമെയിൽ വരും. ഇതിൻ്റെ ഈ ഡിജിറ്റൽ ലൈസൻസ് നമുക്ക് ഇതേപോലെ ഇപ്പോൾ നിങ്ങൾ കാണുന്നില്ല ഇവിടെ ഈ ഇതാണ് ആക്ച്വലി വിൻഡോസിൻ്റെ ലൈസൻസ് കീ. അപ്പോൾ നിങ്ങളിത് കോപ്പി ചെയ്തിട്ട് ഞാനിപ്പം സിസ്റ്റത്തിൽ പോയിട്ട് ആക്ടിവേഷൻ സെറ്റിങ്സിൽ പോയിട്ട് ആക്ടിവേഷൻ മെനുവിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ആക്ടിവേറ്റ് എന്ന് ഇവിടെ ഇപ്പം ആക്ടിവേറ്റഡ് അല്ല. അപ്പോൾ ആക്ടിവേറ്റ് എന്ന് പറയുന്ന ഈ സ്ഥലത്ത് നമ്മളത് കൊടുത്തു കഴിഞ്ഞാൽ വിൻഡോസ് പറയും, പോപ്പപ്പ് വരും, ഇവിടെ കീ ഇടാൻ പറയും. അപ്പോൾ അവിടെ ഈ നമ്മൾ നേരത്തെ മെയിലിൽ നിന്ന് എടുത്ത് ആ കോപ്പി ചെയ്ത കീ എടുത്തിട്ട് ഇവിടെ ആ ലൈസൻസ് കീ പേസ്റ്റ് ചെയ്തിട്ട് ആക്ടിവേറ്റ് കൊടുക്കുക. കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. അത്ര സിമ്പിളാണ് ഇതിൻ്റെ ഒരു ആക്ടിവേഷൻ. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു ജെനുവിൻ വിൻഡോസ് പ്രോ സിസ്റ്റം ലൈസൻസാണ് നിങ്ങൾക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിലൊരു റീസെല്ലർ എന്നുള്ള നിലയിൽ നിന്നാണ് നിങ്ങൾക്ക് ഈ mypck.com എന്നുള്ള സൈറ്റിൽ നിന്ന് നിങ്ങൾക്കിത് വാങ്ങാൻ പറ്റുന്നത്. അപ്പോൾ തീർച്ചയായും അവരുടെ പ്രൊഡക്ട്സും അവരുടെ ബാക്കിയുള്ള പ്രൊഡക്ട്സും ലൈസൻസും എല്ലാം നിങ്ങളൊന്ന് എക്സ്പ്ലോർ ചെയ്യുക. അവരുടെ സൈറ്റ് ഡെഫിനറ്റ്ലി നിങ്ങൾക്കിത് ഉപകരിക്കപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു യൂസ്ഫുൾ ആകുന്ന ഒരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെയാണ് ഇവരായിട്ട് കൊളാബറേറ്റ് ചെയ്തത്. നമ്മൾ കൂടുതൽ വിൻഡോസ് ടിപ്സ്, ട്രിക്സ് അങ്ങനത്തെ വീഡിയോസ് ഒക്കെ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുകയാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ദിസ് ഇസ് ജുനൈദ് സൈനിങ് ഓഫ് ഫോർ ഗിസ്മോങ്.